ശ്രീ വിജിൽ മോഹൻ, ഇത് ഇവിടെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം പുരുഷാധിപത്യത്തിന്റെ ഒരു സൂചനയാണ്. കാരണം ഒരു സ്ത്രീക്ക്, ഒരു വനിതയ്ക്ക് അവർക്ക് എന്തഭിപ്രായവും തുറന്നു പറയാം. അവർക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിപ്പോൾ സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടാണെങ്കിൽ അതിലെന്താണ് പ്രശ്നം? തന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരാൾ ചെയ്ത നല്ല കാര്യങ്ങൾ അവർക്ക് തോന്നിയ, അതായത് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ പുകഴ്ത്തി പറയുന്നതിനെ അതിനെ അവരുടെ രാഷ്ട്രീയം അല്ലെ അവരുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയവുമായി എന്തിനു ചേർത്ത് കെട്ടണമെന്ന ചോദ്യമാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന് എന്താണ് കാര്യമെന്നാണ് ചോദിക്കുന്നത് വിജിൽ? അതിലേ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇതിനകത്ത് ദിവ്യ എസ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഒരു സാധാരണ വ്യക്തിയാണ് പറഞ്ഞത് എങ്കിൽ നമുക്ക് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള പരിഭവമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇടപെടലോ ഞങ്ങൾ ഇതിനകത്ത് നടത്താൻ പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവര് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ അധികാരം IAS പരീക്ഷ പാസ്സായി അവര് ഈ ചുമതല ഏറ്റെടുക്കുമ്പോ അവർ പറഞ്ഞിരിക്കുന്ന സത്യപ്രസ്താവനകളുടെ മുഴുവനായിട്ടുള്ള ലംഘനമാണ് ആ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അവര് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇപ്പോ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന വ്യക്തി ഇൻഡിവിജ്വലി അവർ എന്ത് നടത്തിയാലും നമുക്കതൊരു വിഷയമല്ല. പക്ഷെ അവര് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഒരാളെ നിയമിക്കപ്പെടുമ്പോ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമാ ഗാനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി അദ്ദേഹത്തെ കർണനോടും കൃഷ്ണനോടും ഒക്കെ ഉപമിച്ചുകൊണ്ട് അദ്ദേഹം തീർക്കുന്ന കവചകുണ്ടലങ്ങളെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്ന ആരാണ്? ഈ സർക്കാരിന്റെ, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് ശമ്പളം പറ്റുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു അഭിനന്ദനം ഒരു പാർട്ടി നേതാവിന് നൽകുന്നത്. അവര് മുമ്പ് നടത്തിയ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്ക് മാത്രമായി അവർ അഭിനന്ദനം കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ കൃത്യമായി പാർട്ടി സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുന്ന ആ നിമിഷം തന്നെ ഈ ഒരു പാട്ട്, അതായത് ആ പാർട്ടിയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു സിനിമാ ഗാനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി അത്തരത്തിലൊരു പോസ്റ്റ് രേഖപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് അവർക്ക്? അവർ സർക്കാരിനെ പ്രശംസിച്ചോട്ടെ. അവർ ഇതിനു മുമ്പ് സർക്കാരിന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പിണറായി വിജയനും വേണ്ടി അവർ ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ നടത്തിയിട്ടുണ്ട്. അവർ വസ്തുതാവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഈ സർക്കാരിനെ വാഴ്ത്തുപാടിയിട്ടുണ്ട്. വാസ്തവവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവര് ഈ സർക്കാരിനെ പാടിയിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ഇവര് സ്വാഗത പ്രസംഗത്തിൽ ഇവര് സംസാരിക്കുമ്പോ ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിലെ ഏതൊരു കുഞ്ഞിനും നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ പേര് അവരൊരു സ്ഥലത്തും പ്രശംസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ അവഹേളിക്കുന്ന തരത്തിൽ ഒരാളെ പുകഴ്ത്തി കാണുമ്പോൾ മറ്റൊരാളെ ഈഴ്ത്തിക്കാട്ടാനും കൂടി അവർ ശ്രമിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കാലം കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് എന്ത് തരത്തിലുള്ള പ്രീതിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവരങ്ങനെ പറഞ്ഞത്? അന്ന് പറഞ്ഞ സമയത്തും യൂത്ത് കോൺഗ്രസ് യാതൊരുവിധ പ്രതികരണവുമായി വന്നിട്ടില്ല. കാരണം അവർ ഔദ്യോഗികപരമായി അവരുടെ അറിവ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷെ ഇന്നലെ നടന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം തികച്ചും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് അവർ കടന്നു വരുമ്പോ, കണ്ണൂർ ജില്ലാ കളക്ടറായാണ് KK രാഗേഷിനെ പോസ്റ്റ് ചെയ്തതെങ്കിൽ ഞങ്ങൾ അതിനകത്ത് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. KK രാഗേഷിനെ അവർക്ക് ആവശ്യമായ രീതിയിൽ അവർക്ക് പ്രശംസിക്കാമായിരുന്നു. പക്ഷെ പാർട്ടി സെക്രട്ടറിയായി ഒരാളെ പോസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ പുകഴ്ത്തുന്ന തരത്തിൽ കർണനോടും കൃഷ്ണനോടും ഒക്കെ ഉപമിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിശേഷണം അല്ല അഭിനന്ദനത്തിന്റെ ഒരു പോസ്റ്റ് ഒരു IAS ഉദ്യോഗസ്ഥ പോസ്റ്റ് ചെയ്താൽ അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുമ്പോ അങ്ങനെ ഒരു പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ നടത്താൻ പാടില്ല. തീർച്ചയായും